diffraction pattern due to a straight edge. Okay, straight edge means it can be of the form of a blade. Okay, razor blade. Okay, ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ട്രൈറ്റ് എഡ്ജ്. ഇപ്പോൾ ഒരു ബ്ലേഡ് ആണെന്ന് വിചാരിക്കുക, ബ്ലേഡിന്റെ ഷാർപ്പായിട്ടുള്ള എഡ്ജ് അത് ഈ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പൊ ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്ട്രൈറ്റ് എഡ്ജ്. ഇതിൽ തട്ടിയിട്ട് ലൈറ്റ് തട്ടിയിട്ട് വരുന്ന ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇതിലേക്ക് വരുന്ന ലൈറ്റ് ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നീളത്തിലുള്ള ഒരു സ്ലിറ്റ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ലെങ്ത് വൈസ് ഉള്ള ഒരു സ്ലിറ്റ്, ആ സ്ലിറ്റിന്റെ ലെങ്ത്തും ബോർഡിന് പെർപെൻഡിക്കുലർ ആണ്. ഇങ്ങനെ ഒരു സ്ലിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇപ്പുറത്ത് ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ സ്ലിറ്റിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. എന്താണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, if you have a point source, then light will emit in all directions, and if you consider the locus of points which are in the same state of vibration, you will get concentric spheres. ഇങ്ങനെ സ്പിയറുകളാണ് കിട്ടുക. അതാണ് പോയിന്റ് സോഴ്സിന്റെ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സ്പിയേഴ്സ് ആണ്, കോൺസെൻട്രിക് സ്പിയേഴ്സ്. ബട്ട് ഇഫ് യു ഹാവ് എ ലീനിയർ സോഴ്സ് ലൈക്ക് an iron rod, okay, which is glowing, then the waves will travel in all directions from this rod, and if you consider the locus of all points which are in the same state of vibration, then you will get cylinders, concentric cylinders. അപ്പോൾ ഇതാണ് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് എന്നുള്ള കോൺസെപ്റ്റ്. അപ്പോൾ ഒരു ലെങ്ത് ഉള്ള സോഴ്സ് ആണെങ്കിൽ, ഒരു ലൈൻ സോഴ്സ് പോലത്തെ ഒരു സാധനമാണ് ലൈറ്റ് സോഴ്സ് എങ്കിൽ, പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് ഫ്രണ്ട് സിലിണ്ടറിക്കൽ ആയിരിക്കും. അങ്ങനെ ഒരു സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഈ എഡ്ജിൽ വന്ന് വീഴുന്നത്. അപ്പൊ ആ സിലിണ്ടറിക്കൽ ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ഫിഗർ ഈ രണ്ട് സാധനങ്ങൾ തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എസ് എന്ന് പറയുന്നതും ഈ DAD എന്ന് പറയുന്ന ഈ എഡ്ജ്. അതായത് ഈ പോർഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ ഞാനിത് കാണിക്കാൻ കാരണം ഇതൊരു നീളമുള്ള സ്ലിറ്റ് ആണെന്നും എഡ്ജ് എന്ന് പറയുന്നതും ബോർഡിന് പെർപെൻഡിക്കുലർ ആണെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഞാൻ എസിനെ ഒരു കുത്തിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്നാണ് സോഴ്സ്, ഇവിടുന്ന് വരുന്ന വേവ് ഫ്രണ്ട്. XY എന്നുള്ളത് ബോർഡിന്റെ പ്ലെയിനിൽ കാണിച്ചിരിക്കുന്നതാണ്. ആക്ച്വലി ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ സിലിണ്ടർ. ഇങ്ങനെ ഉള്ളിലേക്കുണ്ട്, ഒരു ഡെപ്ത് ഉണ്ട് അതിന്. ഒരു സിലിണ്ടർ പോലെയാണ്, സിലിണ്ടറിന്റെ ഒരു കർവ്ഡ് ഫേസ് പോലെയാണ് അതിരിക്കുക. ഓക്കെ, അതിന്റെ ബോർഡിന്റെ പ്ലെയിനിലുള്ള പോർഷൻ മാത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ XY is the cylindrical wavefront, S is the source, and this DA is the edge. ഇതാണ് DA ആണ് എഡ്ജ്. ഈ DA എന്ന് പറയുന്നത് ഉള്ളിലേക്ക് ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദിസ് ഈസ് ലൈക്ക് എ ബ്ലേഡ്. ഓക്കെ, ഒരു റേസർ ബ്ലേഡ് പോലെയാണ്. സോഴ്സും ഒരു ലീനിയർ സോഴ്സ് ആണ്. അതൊന്ന് വരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ആണ്. അതിനെ നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് അതിന്റെ ഡെപ്ത് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സ്ക്രീൻ ഉണ്ട്. അപ്പൊ ആ സ്ക്രീനിനെ ഞാൻ രണ്ട് പകുതിയാക്കി മുറിക്കുകയാണ്. അതിൽ എങ്ങനെയാണ് മുറിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഴ്സിൽ നിന്ന് സ്ക്രീനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ആ പെർപെൻഡിക്കുലറിന്റെ പാസ് ചെയ്യുന്നത് ഈ എയിലൂടെയാണ്. അതായത് നിങ്ങൾ എടുത്തിരിക്കുന്ന സ്ട്രൈറ്റ് എഡ്ജിന്റെ ടോപ്പിലൂടെയാണ് ഈ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ആ ലൈൻ ഈ വേവ് ഫ്രണ്ടിനെ രണ്ടാക്കി കട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഒന്ന് AY എന്നുള്ള താഴത്തെ പോർഷൻ, രണ്ട് AX എന്നുള്ള മുകളിലത്തെ പോർഷൻ. അപ്പോൾ SP എന്ന് പറയുന്ന ലൈൻ അല്ലെ SAP എന്ന് പറയുന്ന ലൈൻ വേവ് ഫ്രണ്ടിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ AY എന്നുള്ള വേവ് ഫ്രണ്ടിന്റെ പോർഷൻ ഈ എഡ്ജ് ബ്ലോക്ക് ചെയ്ത് കളയും. AX എന്നുള്ള വേവ് ഫ്രണ്ടിന്റെ പോർഷൻ ഈ സ്ക്രീനിലേക്ക് വരും. അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അറിയാം, ഈ AX എന്നുള്ള പോർഷൻ സ്ക്രീനിലേക്ക് വന്നാൽ അത് ഇല്ലുമിനേറ്റ് ചെയ്യുന്നത് ഈ Pയുടെ മുകൾ ഭാഗമായിരിക്കും. ഇതിനെ ഇല്ലുമിനേറ്റഡ് റീജിയൻ എന്ന് വിളിക്കാം. എന്നാൽ AY എന്നുള്ള ആ വേവ് ഈ സ്ട്രൈറ്റ് എഡ്ജ് ബ്ലോക്ക് ചെയ്ത് കളയും. കാരണം ഇതൊരു ബ്ലേഡ് പോലത്തെ സാധനമാണ്, ലൈറ്റ് കടത്തി വിടാത്ത ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ലൈറ്റ് കടത്തി വിടില്ല. ഈ പീക്ക് താഴെ ഭാഗം ഷാഡോ റീജിയൻ ആണ്. അപ്പൊ നമ്മുടെ നോർമൽ കോമൺ സെൻസിൽ our expectation is above P light will come and it is illuminated region. Below P there will not be any light and it is shadow region. Okay, so this AD is the straight edge, S is a source, light from S comes to this edge and it is in the form of a cylindrical wavefront, and you can divide this wavefront into two. One is AY, the other one is AX with respect to P.
then AY is completely blocked by the edge. You will get a shadow region below P. Above P, this AX is illuminated. So this region is known as illuminated region. Is it clear? Now we want to find the effect of this edge on the illumination on screen, and we will divide this screen into three regions. മൂന്ന് region ആക്കി consider ചെയ്യും. One is above P and very near to P. Second one is above P and very far away from P. Third one is below P. അതായത് ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത് പിയുടെ തൊട്ട് മുകളിൽ, above P and near to P. സെക്കൻഡ് റീജിയൻ എന്ന് പറയുന്നത് പിയുടെ മുകളിൽ വളരെ അകലെയുള്ള സ്ഥലത്ത്, അതായത് ഈ ഭാഗങ്ങളിൽ. ഓക്കെ, ആദ്യത്തേത് പിയോട് വളരെ ചേർന്നുള്ള ഈ പോർഷൻ, പിന്നെ പിയോട് വളരെ അകലെയുള്ള മുകളിലത്തെ പോർഷൻ, പിന്നെ താഴെയുള്ള പോർഷൻ, പിയുടെ താഴെയുള്ള, അതൊറ്റ റീജിയൻ ആയിട്ടാണ് ആൻസർ ചെയ്യുന്നത്. പിയുടെ താഴെയുള്ള പോർഷൻ, പിയുടെ താഴെയുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഷാഡോ റീജിയൻ ആണ്. പിയുടെ മുകളിലുള്ള കംപ്ലീറ്റ് റീജിയൻ ഇല്ലുമിനേറ്റഡ് റീജിയൻ ആണ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ടു ഫൈൻഡ് ദ എഫക്റ്റ് അറ്റ് പി, കൃത്യം പിയിൽ എന്താണ് എഫക്റ്റ് എന്ന് അറിയാനായിട്ട് ഞാൻ എസ് പി എന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. ആ പെർപെൻഡിക്കുലർ ഈ വേവ് ഫ്രണ്ടിനെ രണ്ടായിട്ട് കട്ട് ചെയ്യും. വൺ ഈസ് എ വൈ, ദ അതർ വൺ ഈസ് എ എക്സ്. അതിൽ എ വൈ കംപ്ലീറ്റ് ആയിട്ട് ഈ എഡ്ജ് ബ്ലോക്ക് ചെയ്ത് കളയും. എ വൈയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും പിയിലേക്ക് എത്തില്ല. പോയിട്ട് ഈ എ എക്സിന്റെ കോൺട്രിബ്യൂഷൻ ആണ് പിയിലേക്ക് എത്തുക. നമ്മൾ ഫ്രണലിന്റെ ഐഡിയ അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, we will form different half period zones. So the construction of half period zones I already explained, but here we will get half period strips instead of half period circles. നിങ്ങൾക്ക് നേരത്തെ ഫ്രണലിന്റെ കൺസ്ട്രക്ഷനകത്ത് നമ്മൾ പറഞ്ഞിരുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സ്ട്രിപ്സ് ആയിരിക്കും. കാരണം നിങ്ങളുടെ വരുന്ന വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിന്റെ കർവ്ഡ് ഫേസ് പോലെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ഇമാജിൻ ചെയ്യുക, ഇതാണ് സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഏരിയയുടെ ആ ഒരു സെക്ഷൻ കാണുന്നത്. ഇതാണ് പി എന്നുള്ള പോയിന്റ്. അപ്പോൾ എ പി എന്നുള്ള ഡിസ്റ്റൻസ് ബി ആണെന്ന് വിചാരിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് ഫ്രണൽസ് ഹാഫ് പീരിയഡ് സോൺസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേവ് ഫ്രണ്ടിൽ തൊട്ടടുത്തൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക, M1, സച്ച് ദാറ്റ് M1P ഈസ് B plus lambda by 2. That means the waves coming from A and M1 will have a path difference of lambda by 2 when it reaches P. അതുപോലെ M2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പിയിലേക്ക് വരുന്ന വേവ് എയിൽ നിന്ന് പിയിലേക്ക് വരുന്ന വേവ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ആയിരിക്കും. സോ നിങ്ങൾ ഓരോരോ പോയിന്റ് ചൂസ് ചെയ്യുന്നത് പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 വ്യത്യാസമുള്ള രീതിയിലാണ്. സോ AP is B, M1P is B plus lambda by 2, M2P is B plus 2 lambda by 2 and so on. ഇങ്ങനെ A, M1, M2, M3 ഇങ്ങനെ മുകളിലേക്ക് പോയിന്റ്സ്. ഈ പോയിന്റ്സ് ചൂസ് ചെയ്യുന്നത് ഇവിടെ നിന്ന് P എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. ആ പിയിലേക്കുള്ള ദൂരം റെസ്പെക്റ്റീവ്ലി എങ്ങനെ വരണം? എയിൽ നിന്നുള്ള ദൂരം B, M1ൽ നിന്നുള്ള ദൂരം B plus lambda by 2, M2ൽ നിന്നുള്ള ദൂരം B plus 2 lambda by 2 and so on. ഇനി അതൊരു സിലിണ്ടർ ആണ്, ഞാൻ പറഞ്ഞ ഒരു കർവ്ഡ് സർഫസ് ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ എ മുതൽ പി വരെയുള്ള ദൂരം അത് ഇതിന്റെ ഡിഫറെന്റ് പോർഷനിൽ നിന്ന് അങ്ങോട്ട് വരാം. അപ്പൊ അതൊരു സ്ട്രിപ്പ് പോലെയാണ് വരിക. ഇൻസ്റ്റെഡ് ഓഫ് സർക്കിൾസ് യു വിൽ ഗെറ്റ് സ്ട്രിപ്സ്. അപ്പൊ ഇതിനെ ഫ്രണൽ ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് എന്നാണ് വിളിക്കുക. അത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ആദ്യത്തെ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എ മുതൽ M1 വരെ ഉള്ളത്, അടുത്ത സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ M1നും M2നും ഇടയ്ക്കുള്ളത്, അടുത്ത സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ M2നും M3ക്കും ഇടയ്ക്കുള്ളത്. അങ്ങനെ ഇത് നിങ്ങൾ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പ്ലെയിൻ വേവ് ഫ്രണ്ടിൽ സോൺസ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് വരച്ചിരുന്നത്? ആ പിയിൽ നിന്ന് ഈ വേവ് ഫ്രണ്ടിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഈ ദൂരം എത്രയായിരുന്നു? B എന്ന് മാർക്ക് ചെയ്യും. അടുത്തത് ഇതിന്റെ മുകളിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് ലാംഡ ബൈ 2, B plus lambda by 2 ദൂരമുള്ള പോയിന്റ് മാർക്ക് ചെയ്യും.
അപ്പൊ അങ്ങനെയുള്ള പോയിന്റ്സിന്റെ ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ ബി പ്ലസ് ലാംഡ ബൈ ടു ഉള്ള ലോക്കസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കിൾ വരും. അടുത്തത് ബി പ്ലസ് ലാംഡ, ദെൻ ബി പ്ലസ് 3 ലാംഡ ബൈ ടു. ഇങ്ങനെ ആണ് നമ്മൾ നേരത്തെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ടിൽ ഫ്രണൽ സോൺസ് വരച്ചിരുന്നത്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ സർക്കിൾസ് ആയിരുന്നു. ഇതിന് പകരം നമ്മളുടെ കയ്യിൽ ഇപ്പൊ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ അതിൽ ഓരോ സ്ട്രിപ്പുകളായിട്ടാണ് വരിക. ഇൻസ്റ്റെഡ് ഓഫ് സർക്കിൾസ് യു വിൽ ഹാവ് ഡിഫറെന്റ് സ്ട്രിപ്സ്. ഓക്കെ, അതാണ് വ്യത്യാസം ഈ കേസിൽ. സ്ട്രൈറ്റ് എഡ്ജിൽ വരുന്ന വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. അപ്പൊ അതിൽ ഹാഫ് പീരിയഡ് സർക്കിൾസിന് പകരം നിങ്ങൾക്ക് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് ആയിരിക്കും. ഇനി what is the resultant amplitude at P? Resultant amplitude at P due to the strips above A. എക്ക് മുകളിലുള്ളത്, എക്ക് താഴെയുള്ള എല്ലാം ബ്ലോക്ക് ആയി പോയി. എക്ക് മുകളിലുള്ള ഈ ഭാഗത്തു നിന്നുള്ള ഓരോ സ്ട്രിപ്പിൽ പിയിലെത്തുന്ന ആംപ്ലിറ്റ്യൂഡ്, റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി. അത് ആദ്യത്തെ സ്ട്രിപ്പിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് M1 ആണെന്ന് വിചാരിക്കുക, അടുത്തതിൽ നിന്ന് വരുന്ന M2 ആണ്, അടുത്തതിൽ നിന്ന് M3 ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന് എനിക്ക് M1 മൈനസ് M2 പ്ലസ് M3 മൈനസ് M4 ഇങ്ങനെ എഴുതി പോകാം. എന്തുകൊണ്ടാണ് ഓൾട്ടർനേറ്റ് മൈനസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് സ്ട്രിപ്പുകൾ അവിടുന്ന് വരുന്ന വേവിന്റെ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആണ്. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആണെങ്കിൽ വേവ്സ് എങ്ങനെയാണ് കൂടിച്ചേരുക? അതിന്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചിത്രം വരച്ചിരുന്നതാണ്. ഇങ്ങനെ ഒരു വേവ് ഉണ്ട്, ഒരു വേവ് ഇങ്ങനെയാണെങ്കിലാണ് പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 വരിക. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ക്രസ്റ്റ് ആണെങ്കിൽ അടുത്ത ട്രഫാ വരിക. സോ കുറയ്ക്കണം. അതുകൊണ്ടാണ് അടുത്തടുത്തുള്ള രണ്ടെണ്ണം സബ്ട്രാക്ട് ചെയ്യുന്നത്. അടുത്തത് വീണ്ടും ആഡ് ചെയ്യും, കാരണം ആദ്യത്തേതും മൂന്നാമത്തേതും തമ്മിൽ പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. അടുത്തത് വീണ്ടും സബ്ട്രാക്ട് ചെയ്യും. സോ ഒന്ന് ആഡ് ചെയ്യും, അടുത്തത് സബ്ട്രാക്ട് ചെയ്യും. ഇങ്ങനെ ഇൻഫിനിറ്റ് strips ഉണ്ട്. So it will continue like this. And if you calculate the resultant intensity, that will be approximately M1 by 2. Okay, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. So it will be approximately M1 by 2. കാരണം ബാക്കി എല്ലാം ക്യാൻസൽ ആയി പോകും. ഓക്കെ, ലൈക്ക് M1 നെ നിങ്ങൾക്ക് M1 by 2 പ്ലസ് M1 by 2 എന്ന് എഴുതാം. M3 നെ നിങ്ങൾക്ക് M3 by 2 പ്ലസ് M3 by 2 എന്ന് എഴുതാം. ഈ M2 ഇവിടുത്തെ ഒരു M1 by 2 M3 by 2 കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം കൂടെ 0 ആയി പോകും. സോ അങ്ങനെ ഓരോരോ ഗ്രൂപ്പ് 0 ആയി പോയി കഴിഞ്ഞാൽ ഫൈനലി യു വിൽ എൻഡ് അപ്പ് വിത്ത് M1 by 2. അപ്പോൾ ഈ മുകളിലുള്ള ഈ ഇത്രയും ഭാഗത്തെ കോൺട്രിബ്യൂഷൻ ഈ പിയിലുള്ള ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് M1 by 2 ആയിരിക്കും. അപ്പൊ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. സോ ദാറ്റ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു M1 സ്ക്വയർ ബൈ 4. അപ്പൊ നിങ്ങൾക്ക് പിയിൽ M1 സ്ക്വയർ ബൈ 4 എന്നുള്ള ഒരു ഇന്റൻസിറ്റി. അവിടെ എന്താണ് M1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് മാത്രം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ആണ് M1 സ്ക്വയർ. ഫസ്റ്റത്തെ സ്ട്രിപ്പ് മാത്രം പ്രസന്റ് ആയിരുന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റൻസിറ്റി ആണ് M1 സ്ക്വയർ. ഇപ്പൊ ഇതിന് മുകളിലുള്ള എല്ലാ സ്ട്രിപ്പും ഉണ്ടെങ്കിൽ പോലും അതിന്റെ 4 ഇന്റൻസിറ്റി നിങ്ങൾക്ക് P എന്നുള്ള പോയിന്റിൽ കിട്ടുള്ളൂ. സോ ദിസ് ഈസ് ദ ഇന്റൻസിറ്റി അറ്റ് P. Now consider a point P prime on the illuminated region of the screen. ഇപ്പൊ സ്ക്രീനിന്റെ ഇല്ലുമിനേറ്റഡ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എഡ്ജിന്റെ മുകൾ ഭാഗത്താണ്, അല്ലെ SP എന്ന് പറയുന്ന ലൈനിന്റെ മുകൾ ഭാഗമാണ് ഇല്ലുമിനേറ്റഡ് റീജിയൻ, താഴെ ഷാഡോ ആണ്. ഈ ഇല്ലുമിനേറ്റഡ് റീജിയനിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, P പ്രൈം. P പ്രൈമിൽ എന്താണ് എഫക്ട് ഈ വേവ് ഫ്രണ്ടിന്റെ എന്നറിയാനായിട്ട് ഈ വേവ് ഫ്രണ്ടിനെ നിങ്ങൾ P പ്രൈമിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. നേരത്തെ Pയിലെ എഫക്ട് കാണാനായിട്ട് SP എന്നൊരു ലൈനാണ് വരച്ചത്. P പ്രൈമിലെ എഫക്ട് കാണണമെങ്കിൽ എസും P പ്രൈമും തമ്മിൽ ജോയിൻ ചെയ്യുക, ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അത് വേവ് ഫ്രണ്ടിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് B. ഈ ബിനെ വിളിക്കുന്ന പേരാണ് പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട് വിത്ത് റെസ്പെക്ട് ടു P പ്രൈം. വിത്ത് റെസ്പെക്ട് ടു P, പോൾ ഓഫ് ദ വേവ് ഫ്രണ്ട് A ആണ്. പോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഏത് പോയിന്റ് ആണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ അത് വേവ് ഫ്രണ്ടിനെ ഒരു സ്ഥലത്ത് കട്ട് ചെയ്യും. കട്ട് ചെയ്യുന്ന സ്ഥലത്തിനെയാണ് പോൾ എന്ന് വിളിക്കുക. അത് ഓരോ പോയിന്റ് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ച് പോൾ മാറിക്കൊണ്ടിരിക്കും. P ആണ് എടുക്കുന്നതെങ്കിൽ പോൾ A ആണ്, P പ്രൈം ആണ് എടുക്കുന്നതെങ്കിൽ പോൾ B ആണ്. ഇവിടെ ഒരു പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ പോൾ ഇവിടുന്ന് ഒറിജിനല്ല സോഴ്സിലേക്ക് ഒരു ലൈൻ വരയ്ക്കുക, വേവ് ഫ്രണ്ടിനെ കട്ട് ചെയ്യുന്ന സ്ഥലമാണ് അതിന്റെ പോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു വേവ് ഫ്രണ്ടിന് ഡിഫറെന്റ് പോൾസ് പറയാം ഡിപ്പെൻഡിങ് ഓൺ ദ ഡിഫറെന്റ് പൊസിഷൻസ് യു കൺസിഡേർഡ് ഓൺ ദ സ്ക്രീൻ. അപ്പൊ P പ്രൈം എന്നുള്ള പൊസിഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ വേവ് ഫ്രണ്ടിലെ B എന്നുള്ള സ്ഥലമാണ് പോൾ എന്നറിയപ്പെടുക. അത് പറയാൻ കാരണം P പ്രൈമിൽ നിന്ന് സോഴ്സിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, അത് കട്ട് ചെയ്യുന്ന സ്ഥലം വേവ് ഫ്രണ്ടിന്, അതാണ് പോൾ. ഇനി നിങ്ങൾ B തൊട്ട് P പ്രൈം വരെയുള്ള ദൂരം എത്രയെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് സേ C.
ദെൻ സി പ്ലസ് ലാംഡ ബൈ 2 മുകളിലേക്ക് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, സി പ്ലസ് ലാംഡ മുകളിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. അങ്ങനെ ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് കൺസ്ട്രക്ട് ചെയ്യുക. ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ പോയിന്റ് പി പ്രൈം ആണ്. ഇപ്പൊ പി പ്രൈമിൽ നിന്ന് ബിയിലേക്ക് ഒരു ദൂരം എടുക്കുക, അതിനുശേഷം ആ ദൂരത്തിന്റെ പ്ലസ് ലാംഡ ബൈ 2 ഉള്ള അടുത്ത പോയിന്റ് എടുക്കുക മുകളിൽ, അതിന്റെ പ്ലസ് ലാംഡ ഉള്ള പോയിന്റ് എടുക്കുക, അങ്ങനെ അങ്ങനെ ഡിഫറെന്റ് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് കൺസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ പി എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തപ്പോൾ ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് കൺസിഡർ ചെയ്തത് എ തൊട്ട് പി വരെയുള്ള ദൂരം ബിയും പിന്നെ എയുടെ മുകളിൽ ഒരു പോയിന്റ് എടുത്തു, അവിടുന്ന് ഇങ്ങോട്ട് ബി പ്ലസ് ലാംഡ ബൈ 2 ബി പ്ലസ് ലാംഡ അങ്ങനെയാണ് എടുത്തതെങ്കിൽ ഇവിടെ ഓൾ എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ബിയിൽ നിന്നുള്ള ദൂരം ഒരു പർട്ടിക്കുലർ വാല്യൂ ഫിക്സ് ചെയ്ത് എത്രയാണെന്ന് നമുക്ക് അറിയാം, അതിന്റെ കൂടെ പ്ലസ് ലാംഡ ബൈ 2 ലാംഡ 3 ലാംഡ ബൈ 2 അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യും വേവ് ഫ്രണ്ടിൽ. അത് മുകളിലും മാർക്ക് ചെയ്യുക, താഴെ മാർക്ക് ചെയ്യുക. അതാണ് ഡിഫറെന്റ് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ്. ഡിഫറെന്റ് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് that will contribute to the point P prime. ആ സ്ട്രിപ്സ് ആണ് പി പ്രൈമിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ബിയുടെ മുകളിലുള്ള പോർഷൻ, ബിയുടെ മുകളിലുള്ള വേവ് ഫ്രണ്ടിന്റെ പോർഷൻ, അതായത് ബി എക്സ് എന്നുള്ള പോർഷൻ, അവിടെ കുറെ സ്ട്രിപ്സ് ഉണ്ട്. അവരൊക്കെ പി പ്രൈമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആദ്യത്തെ സ്ട്രിപ്പ് M1, രണ്ടാമത്തെ സ്ട്രിപ്പ് -M2, മൂന്നാമത്തെ സ്ട്രിപ്പ് +M3, നാലാമത്തെ സ്ട്രിപ്പ് -M4 അങ്ങനെ പോകും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് M1/2. സോ പി പ്രൈമിൽ ബിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന M1/2 ആണ്. അതൊരു കോൺസ്റ്റന്റ് ഇന്റൻസിറ്റി ആണ് M1/2. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റൻസിറ്റി M1/4/4 എന്ന് വരും. ഇന്റൻസിറ്റി ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. ഇനി ഈ എക്ക് താഴെയുള്ള വേവ് ഫ്രണ്ടിന്റെ പോർഷൻ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിരിക്കുക. എയുടെ താഴെയുള്ള പോർഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുക. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ബിക്ക് മുകളിലോ ബിക്കും എക്കും ഇടയ്ക്ക് എയുടെ താഴെയുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുക. എയുടെയും ബിയുടെ ഇടയ്ക്കുള്ളതിന് എന്ത് സംഭവിക്കും? എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള ലെങ്ത് അല്ലെങ്കിൽ ഈ നീളം എന്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും? പി പ്രൈം ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ പി പ്രൈം ചൂസ് ചെയ്യുന്നത് ഈ ഭാഗത്താണ് എങ്കിൽ ഈ ബി എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ വരും. സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ എസ് എന്ന് ആ പോയിന്റിലേക്ക് സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ ഈ ഭാഗത്താണ് കട്ട് ചെയ്യുക. അപ്പൊ ബി ഇവിടെ വരും. അപ്പൊ ബി തൊട്ട് എ വരെയുള്ള ദൂരം എന്ന് പറയുന്നത് കുറവാണ്. പി പ്രൈം ഇവിടെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബി കുറച്ചുകൂടെ മുകളിൽ വരും. ബി മുതൽ എ വരെയുള്ള ദൂരം കുറച്ചുകൂടെ കൂടും. അതിന്റെ അർത്ഥം നിങ്ങൾ ചൂസ് ചെയ്യുന്ന പോയിന്റ് പിയിൽ നിന്ന് എത്ര അകലെയാണ് എന്നനുസരിച്ച് എക്കും ബിക്കും ഇടയ്ക്കുള്ള ദൂരം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ എയുടെയും ബിയുടെ ഇടയ്ക്കുള്ള വേവ് ഫ്രണ്ടിന്റെ കോൺട്രിബ്യൂഷൻ പറയുമ്പോൾ പിയിൽ നിന്ന് എത്ര അകലെയാണ് നിങ്ങൾ പി പ്രൈം എടുത്തതെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേസമയം ബാക്കി രണ്ട് കോൺട്രിബ്യൂഷൻ അത് എഫക്ട് ചെയ്യില്ല. ബിയുടെ മുകളിലേക്കുള്ളത് ഈ പി പ്രൈം നിങ്ങൾ എവിടെ ചൂസ് ചെയ്താലും ബിയുടെ മുകളിലേക്കുള്ള കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ M1/2 തന്നെ വരും. എയുടെ താഴെയുള്ളത് എന്തായാലും ബ്ലോക്ക് ചെയ്യപ്പെടുകയും ചെയ്യും. എക്കും ബിക്കും ഇടയ്ക്കുള്ള വേവ് ഫ്രണ്ട്സ് എത്രമാത്രം ഈ പോയിന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളത് പോയിന്റ് എത്ര ദൂരത്താണ്, പിയിൽ നിന്ന് എത്ര ദൂരത്താണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോ width of wave front below B and above A depends on the point P prime choose. ഈ വേവ് ഫ്രണ്ടിന്റെ വിഡ്ത്ത് ബിയുടെ താഴെ എയുടെ മുകളിൽ, ദാറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പോയിന്റ് പി പ്രൈം ചോസ്. നിങ്ങൾ പി പ്രൈം എവിടെ ചൂസ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. അതിന് എനിക്ക് രണ്ട് കാര്യങ്ങൾ എടുക്കാം. ഒന്ന്, പി പ്രൈം വെരി ക്ലോസ് ടു പി. പി പ്രൈം പിയോട് വളരെ ചേർന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓൺലി ഫ്യൂ സ്ട്രിപ്സ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്ക് വളരെ കുറച്ച് സ്ട്രിപ്പേ വരുള്ളൂ. പി പ്രൈം പിയോട് വളരെ ചേർന്നാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം പി പ്രൈം ഒരുപാട് ദൂരെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എക്കും ബിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് കുറേ സ്ട്രിപ്സ് വരും. ഓക്കെ, സോ പി പ്രൈം ഈസ് വെരി ഫാർ ഫ്രം പി. മോസ്റ്റ് ഓഫ് ദി സ്ട്രിപ്സ് ഇൻക്ലൂഡഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇനി അതിൽ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യാം. പി പ്രൈം വെരി ക്ലോസ് ടു പി. അതിനകത്ത് എനിക്ക് നല്ലോണം ക്ലോസ് ആണ് എങ്കിലും ഒറ്റ സ്ട്രിപ്പ് മാത്രമേ ബിക്കും എക്കും ഇടയ്ക്കുള്ളൂ എന്ന് വിചാരിക്കാം. അത്രയും ക്ലോസ് ആണ്. പി പ്രൈം പിയോട് വളരെ ചേർന്നിട്ടാണ്, സച്ച് ദാറ്റ് ഓൺലി വൺ സ്ട്രിപ്പ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്ക് ഒറ്റ സ്ട്രിപ്പ് ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് M1 ആയിരിക്കും. ഫസ്റ്റ് സ്ട്രിപ്പിന്റെ ആംപ്ലിറ്റ്യൂഡ് M1 ആണ്. സോ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡ്യൂ ടു സ്ട്രിപ്സ് എബവ് ബി ആൻഡ് ബിലോ ബി ആണ്. അതിൽ ബിക്ക് എബവ് ആയിട്ടുള്ള സ്ട്രിപ്പുകളെല്ലാം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു M1/2 ആണ്. ഈ ബിക്ക് താഴെയുള്ള ഒറ്റ സ്ട്രിപ്പ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന M1 ആണ്. ഇപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 3 M1/2 വരും. ഇന്റൻസിറ്റി അതിന്റെ സ്ക്വയർ ആണ്. സോ 9M1/4 വരും. 9M1/4. അപ്പൊ ഇന്റൻസിറ്റി നല്ല കൂടുതലാണ്. സോ ഇറ്റ് വിൽ ബി എ മാക്സിമം. Now
സപ്പോസ് ടു സ്ട്രിപ്സ് ബിറ്റ്വീൻ പി ആൻഡ് എ, നിങ്ങൾ പി പ്രൈം ചൂസ് ചെയ്ത് കുറച്ചും കൂടെ മുകളിലാണെന്ന് കരുതുക, സച്ച് ദാറ്റ് ദർ ആർ ടു സ്ട്രിപ്സ് ബിറ്റ്വീൻ ബി ആൻഡ് എ. രണ്ട് സ്ട്രിപ്പ് വരികയാണെങ്കിൽ ആദ്യത്തെ സ്ട്രിപ്പ് M1 ആണെങ്കിൽ അടുത്ത സ്ട്രിപ്പ് M2 ആണ്, പക്ഷേ നെഗറ്റീവ് സൈൻ വരും. കാരണം അടുത്തടുത്തുള്ള സ്ട്രിപ്പുകൾ തമ്മിൽ പാത്ത് ഡിഫറൻസ് λ/2 ആണ്, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കുറയാണ് ചെയ്യുന്നത്. ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഒരു M1/2 കോൺട്രിബ്യൂഷൻ ബിയുടെ മുകളിലുള്ളവർ ഉണ്ടാക്കുന്നുണ്ട്. ആ M1/2 കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ 3M1/2 മൈനസ് M2 വരും. ഇന്റൻസിറ്റി ഇതിന്റെ സ്ക്വയർ വരും. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നേരത്തേക്കാൾ കുറയും. നേരത്തെ 3M1/2 സ്ക്വയർ ആയിരുന്നു, ഇപ്പൊ അതിന്റെ കൂടെ ഒരു മൈനസ് M2 ഉണ്ട്. അപ്പൊ ഇന്റൻസിറ്റി കുറയും. സോ ഇറ്റ് ഈസ് എ മിനിമ. ഇനി 3 സ്ട്രിപ്പ് ബിക്കും എക്കും ഇടയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ പോയിന്റ് പി പ്രൈം ചൂസ് ചെയ്തത് കുറച്ചുകൂടെ പൊക്കത്തിലാണ്, സച്ച് ദാറ്റ് ദർ ആർ 3 സ്ട്രിപ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് M1 മൈനസ് M2 പ്ലസ് M3. സോ ടോട്ടൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് already there is an amplitude of M1/2 due to contribution from B to X. ഈ B മുതൽ X വരെയുള്ള കോൺട്രിബ്യൂഷൻ M1/2 വന്നു. അതിന്റെ കൂടെ ഇതൂടെ ചേർക്കുമ്പോൾ 3M1/2 മൈനസ് M2 പ്ലസ് M3. So intensity will be higher than this one. So here you have a plus M3 also. So intensity will be higher than this one. So it is also a maxima. But the intensity is less compared to the first maxima. Okay. If you compare with this first maxima, the intensity will be less. But compared to the second one, the intensity is high. So you can consider this as a maxima. So first maxima itra height ആണ്, അടുത്തൊരു മിനിമം വന്ന് അടുത്ത മാക്സിമയ്ക്ക് അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അതിന്റെ അടുത്ത മാക്സിമം കൺസിഡർ ചെയ്യുമ്പോൾ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ആ പാറ്റേൺ എന്ന് പറയുന്നത് ആ ഭാഗത്ത് ഇതുപോലെ ആയിരിക്കും കിട്ടുക. ഒരു മാക്സിമ പിന്നെ മിനിമ, അടുത്ത മാക്സിമയ്ക്ക് ആദ്യത്തെ മാക്സിമയുടെ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല, മിനിമ ഇങ്ങനെ പോകും. ഇനി ഇഫ് പി പ്രൈം ഈസ് ഫാർ അവേ ഫ്രം പി, പിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് പി പ്രൈം എന്ന് വിചാരിക്കുക. ഈ പി പ്രൈം എന്ന് പോയിന്റ് എടുത്തിരിക്കുന്ന ഒരുപാട് ദൂരെയാണെങ്കിൽ ബിക്കും എക്കും ഇടയ്ക്ക് കുറേ സ്ട്രിപ്സ് ഉണ്ടാവും. ദർ വിൽ ബി infinite number of strips between A and B if P prime is very far from P. Then the lower portion will also have a contribution of M1/2. If there are infinite number of strips exposed, then the average amplitude is M1/2. So you will have contribution from B to X as M1/2, contribution from B to A as M1/2. So total contribution will be M1. Total contribution will be M1 and intensity will be M1 square. Intensity will be M1 square. And that is about a point P prime which is far away from P. Far away from P. Okay. Now you consider a point on the geometrical shadow region. That is the region below P. Below P. So consider this point P prime. Draw a straight line from source to P prime that will cut the wavefront at B. So B is known as pole of the wavefront with respect to P prime. Now you can construct half period strips by taking BP prime length as some D. ഈ ഡിസ്റ്റൻസിനെ D എന്ന് വിളിക്കുക. Then construct first half period strip at a height of D plus lambda/2, then D plus 2 lambda, then D plus 3 lambda/2 and so on. So half period strips have to be constructed with respect to the point P prime. Okay, so you will have different half period strips here. What is the effect of that strips at P prime? The strips below B, that is in the region BY, will be completely blocked by this edge, and above B and up to A is also blocked. The strips from A to X is exposed at P prime, but that will produce a uniform intensity because there are infinite number of strips, but the first strips are all blocked. So the intensity will not be M1/2. It will be, if the first strip that is exposed is say third one, then intensity will be M3/2. If the first strip exposed is say M4, that will be M4/2 and so on. ഏതാണോ നിങ്ങളുടെ എക്സ്പോസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രിപ്പ് അതിന്റെ പകുതി ആയിരിക്കും ഒരു ആവറേജ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പി പ്രൈമിൽ. അതായത് ഇവിടെ ബി മുതലാണ് സ്ട്രിപ്പുകൾ എണ്ണി പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്ട്രിപ്പ് ഇവിടം വരെയാണ്, രണ്ടാമത്തെ സ്ട്രിപ്പ് ഇവിടം വരെയാണ്, മൂന്നാമത്തെ സ്ട്രിപ്പ് ഇവിടം വരെയാണ്. ഈ 3 സ്ട്രിപ്പും ഇത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. നാലാമത്തെ സ്ട്രിപ്പാണ് ആദ്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്നത്. 4 മുതൽ അങ്ങോട്ട് ഇൻഫിനിറ്റ് സ്ട്രിപ്സ് ഉണ്ട്. സോ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ M4/2 ആണ്. പി പ്രൈം കുറച്ചുകൂടെ താഴെയാണെങ്കിൽ
നിങ്ങൾക്ക് ഈ ബി കുറച്ചുകൂടെ താഴെയാവും. ചിലപ്പോൾ ആദ്യത്തെ 10 ബ്ലോക്ക് ചെയ്ത് കളയും, 11ാമത്തെ ആയിരിക്കും എക്സ്പോസ്ഡ് ആവുന്നത്. സോ M11/2 ആയിരിക്കും ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം പി പ്രൈം താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും, ഇന്റൻസിറ്റി കുറഞ്ഞു വരും. ബട്ട് അതിന് മാക്സിമം മിനിമം ഒന്നും ഉണ്ടാവില്ല, കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാ വരിക എന്ന് ഞാൻ പറയാം. ഇതിന്റെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ this is point P and this is m1 square by 4. Okay, then this is m1 square by 4, this is m1 square by 2, this is m1 square, this is 9 by 4 m1 square. Okay, m1 square by 4, m1 square by 2, m1 square. 9 by 4 means roughly 2.25, right? 9 by 4, so that will be higher than this one. Okay, right, it will be somewhere here, 9 by 4 m1 square. One, 2, 3, 4, 5, 6, 7, 8, 9. Okay, so how will the graph looks like? At P you have intensity m1 square by 4, and for very large distance from P intensity is almost m1 square, and for points below P intensity is gradually decreasing, and it will be like this. Above P and very near to P you have alternate maxima and minima, and the first maxima is 9 by 4 m1 square. Intensity is 9 by 4 m1 square. Then it drops, then it again increases. Okay, the scaling I won't care after this. Okay, finally it will reach a constant value, that will be m1 square, So this is the diffraction pattern due to a straight edge. This is screen, and this is the actual geometrical shadow region, and this is the illuminated region. നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ എന്നൊരു ഫിനോമിനോൺ അറിയില്ല എങ്കിൽ, ഓക്കെ, അതായത് ഡിഫ്രാക്ഷൻ എന്നൊരു ഫിനോമിനോണിനെ പറ്റി നമുക്ക് അറിയില്ല എങ്കിൽ, നമ്മുടെ ഒരു യൂഷ്വൽ കോർപ്പസ്കുലാർ തിയറി ഓഫ് ലൈറ്റ് വെച്ചിട്ട്, അല്ലെ റെക്ടീലിയർ പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് വെച്ചിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇവിടുന്ന് ലൈറ്റ് വരുന്നു, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇത്രയും ഭാഗം മറച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ലൈറ്റ് ഈ പിയുടെ മുകൾ ഭാഗത്ത് മാത്രം ലൈറ്റ് വരും, പിയുടെ താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ഷാഡോ ആയിരിക്കും എന്നാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ. ഡിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിനോൺ നമുക്ക് അറിയാത്തടത്തോളം കാലം what we will expect is, if you have a source here, light is coming, and you have a opaque substance here, AD എന്ന് പറയുന്ന ഒരു ഇങ്ങനെ ഒരു ഒപ്പാക്ക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പോലത്തെ സാധനം ഉണ്ട്, അതിന് ഷാർപ്പ് എഡ്ജ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ഇവിടെ വെച്ചിട്ടുണ്ട് എങ്കിൽ, ഓക്കെ, ഒരു ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഇവിടെ എസ് സോഴ്സ് ഉണ്ട്, ഇവിടെ വലിയൊരു സ്ക്രീനും വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ലൈറ്റിന്റെ ഈ എഡ്ജിന് മുകളിലുള്ള ഭാഗത്ത് മാത്രം ലൈറ്റ് ഇങ്ങോട്ട് കടത്തി വിടും, അവിടെയൊക്കെ നല്ല പ്രകാശമായിരിക്കും, താഴെയൊക്കെ ഇരുട്ടായിരിക്കും, ഷാഡോ ആയിരിക്കും. പക്ഷേ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാണ്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് വെച്ചിട്ട് നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. യു വിൽ ഗെറ്റ് എ പാറ്റേൺ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് കിട്ടുക. അതായത് ജോമെട്രിക്കൽ ഷാഡോ എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റീജിയനിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ എഡ്ജ് അത്ര ഷാർപ്പ് ആയിരിക്കില്ല, ഈ എഡ്ജിന്റെ ഇവിടേക്ക് ലൈറ്റ് എൻ്റർ ഉണ്ടാവും. ഇവിടേക്ക് ലൈറ്റിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണെങ്കിൽ പോലും ലൈറ്റ് ഈ പോർഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു ഷാർപ്പ് ഷാഡോ കിട്ടില്ല, ഇവിടേക്ക് ലൈറ്റ് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പുറത്തെ സൈഡിൽ നിങ്ങൾ ഒരു യൂണിഫോം ഇല്ലുമിനേഷൻ എക്സ്പെക്ട് ചെയ്തെടുത്ത് ഇന്റൻസിറ്റി കൂടിയും കുറഞ്ഞുമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കിട്ടുക. കുറേ ദൂരത്തേക്ക് പോയാൽ യൂണിഫോം ഇന്റൻസിറ്റി കിട്ടും, ആദ്യ ഭാഗത്തൊക്കെ ഒരു ഓൾട്ടർനേറ്റ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. സോ ഇതാണ് ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രൈറ്റ് എഡ്ജ്. ഇനി എനിക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം. വാട്ട് ആർ ദ പൊസിഷൻസ് ഓഫ് ദിസ് മാക്സിമം ആൻഡ് മിനിമം ഇന്റൻസിറ്റീസ്? ഈ പൊസിഷൻസ് ഒക്കെ ഏതാണ്? ഫസ്റ്റ് മാക്സിമം എവിടെ കിട്ടും, ഫസ്റ്റ് മിനിമം എവിടെ കിട്ടും, സെക്കൻഡ് മാക്സിമം എവിടെ കിട്ടും, സെക്കൻഡ് മിനിമം എവിടെ കിട്ടും,
സോ പൊസിഷൻസ് ഓഫ് മാക്സിമ ആൻഡ് മിനിമ ഇതും കൂടെ എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അതിനെന്ത് ചെയ്യാം? പൊസിഷൻസ് ഓഫ് മാക്സിമ ആൻഡ് മിനിമം ഇന്റൻസിറ്റി. So consider this figure. S is the source, XY is the wavefront, A is the pole with respect to P, B is the pole with respect to P prime. Distance A P prime is also marked here. Distance between P and P prime is X. What is the path difference between the waves from B and A on reaching P prime? P prime എന്നുള്ള പോയിന്റിൽ എത്താൻ ബിയിൽ നിന്നുള്ള വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരവും എയിൽ നിന്നുള്ള വേവ് ട്രാവൽ ചെയ്യുന്ന ദൂരവും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്നെ ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഡെൽറ്റ ഈസ് എ പി പ്രൈം മൈനസ് ബി പി പ്രൈം. ഓക്കെ, and that path difference a p prime, what is a p prime? This distance according to Pythagoras theorem, it is square root of b square plus x square. So square root of b square plus x square minus b p prime is actually s p prime minus sb, but sb is actually the radius of cylinder and that is a. So sb is a. What is sp prime? Sp prime is actually a plus b the whole square base square plus altitude square x square root. Okay, square root of, again Pythagoras theorem, square root of a plus b whole square plus x square. Now from here you can take a b outside. Actually b square you taken outside, b square all raised to half, when it comes outside the root it will be b into 1 plus x square by b square raised to half minus, from here you take a plus b whole square outside, when it comes outside the root it will be a plus b into 1 plus x square by a plus b whole square raised to half. പിന്നെ ഇവിടെ ഒരു മൈനസ് എ ഉണ്ട്, ഈ മൈനസും കൂടെ പ്ലസ് ആവും, ദാറ്റ് ബിക്കംസ് പ്ലസ് എ. ബൈനോമിയൽ എക്സ്പാൻഷൻ, ഇഫ് എക്സ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ബി, 1 plus x, if x is very small compared to 1 plus x raised to n is approximately 1 plus nx. This is binomial expansion approximation. Here you have this quantity very much less than 1. If your x is, this height is very small compared to b, then x square by b square is very much less than 1. Then you can use this relation, 1 plus x raised to n is approximately 1 plus nx. Here n is half, so it is 1 plus half into x square by b square. Here too you can do the same thing. So 1 plus half into x square by a plus b whole square plus a. b into 1 b വരും, ഇവിടെ ഒരു മൈനസ് ബി വരും, ഇവിടെ ഒരു മൈനസ് എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, അതൊക്കെ വെട്ടിപ്പോയി. ബാക്കി ഈ ബി ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2b സ്ക്വയർ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ 2b. അതൊന്ന് എക്സ് സ്ക്വയർ ബൈ 2 പുറത്തെടുത്താൽ 1 ബൈ ബി. ഇവിടെ ഒരു എ പ്ലസ് ബി വെട്ടിപ്പോയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 പുറത്തെടുത്താൽ 1 ബൈ എ പ്ലസ് ബി. ഇത് എൽ സി എം എടുത്താൽ ബി ഇൻറ്റു എ പ്ലസ് ബി ആണ് എൽ സി എം. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും, എ പ്ലസ് ബി മൈനസ് ബി ചെയ്താൽ ബി വെട്ടിപ്പോകും, ബാക്കി എ വരും. സോ എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എ പ്ലസ് ബി. ദിസ് ഈസ് ദ പാത്ത് ഡിഫറൻസ്. ഈ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ ടുവിന്റെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ, 2n minus 1 lambda by 2 ആണെങ്കിൽ that point will be of a maximum intensity. കാരണം ഓഡ് മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് ആണ് ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ 3 എണ്ണം, അല്ലെങ്കിൽ 5 എണ്ണം, അങ്ങനെയാണ് വരിക. അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഹാഫ് പീരിയഡ് സ്ട്രിപ്പ് ആണെങ്കിലാണ് മാക്സിമം കിട്ടുക. ഈവൻ നമ്പർ ആണെങ്കിൽ 4 എണ്ണം വരുമ്പോൾ ഒരെണ്ണം പോസിറ്റീവ്, അടുത്ത നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്, 4 എണ്ണം വരുമ്പോൾ അത് ക്യാൻസൽ ആയി പോവുക ചെയ്യും. അതേസമയം 3 എണ്ണം ഉള്ളുവെങ്കിൽ 2 എണ്ണം പോസിറ്റീവ് നെഗറ്റീവ് ആയെങ്കിൽ പോലും മൂന്നാമത്തേത് കോൺട്രിബ്യൂട്ട് ചെയ്യും. 5 എണ്ണം ആണെങ്കിൽ 4 പേര് ക്യാൻസൽ ചെയ്ത് പോയാലും ഒരെണ്ണം കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഓഡ് നമ്പർ ഓഫ് ഹാഫ് പീരിയഡ് സ്ട്രിപ്സ് ആണ് വരുന്നതെങ്കിലാണ് ഇവിടെ മാക്സിമം കിട്ടുക. ഈവൻ ആണെങ്കിൽ ഇവിടെ 0 ആയി പോകും. അപ്പോൾ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2, 2n minus 1 ലാംഡ ബൈ 2 ആണ് ആ പാത്ത് ഡിഫറൻസ് എങ്കിൽ യു വിൽ ഗെറ്റ് മാക്സിമം. 2n minus 1 ലാംഡ ബൈ 2 ഈക്വൽ ടു നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ച ഈ പാത്ത് ഡിഫറൻസിനോട് ഇക്വേറ്റ് ചെയ്യുക, a xn സ്ക്വയർ, അതായത് nth മാക്സിമയുടെ ആണ് പറയുന്നത്. സോ എ എക്സ് എൻ സ്ക്വയർ എന്ന് എഴുതി ബൈ 2 ഇൻറ്റു ബി ഇൻറ്റു എ പ്ലസ് ബി. സോ ഇതിന് എക്സ് എൻ സ്ക്വയർ ഈക്വൽ ടു 2n minus 1, ഇത് വെറുതെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി, എ പ്ലസ് ബി ഇൻറ്റു ബി ലാംഡ ബൈ എ എന്ന് കിട്ടും. എക്സ് എൻ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 2n minus 1 എ പ്ലസ് ബി ബി ലാംഡ ഡിവൈഡഡ് ബൈ എ. സോ എക്സ് എൻ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് nth ബ്രൈറ്റ് ബാൻഡ് ഫ്രം പി, nth ബ്രൈറ്റ് ബാൻഡ് ഫ്രം പി. ഇനി പി പ്രൈം മിനിമം ഇന്റൻസിറ്റി ആണെങ്കിൽ, പി പ്രൈം മിനിമം ഇന്റൻസിറ്റി ആവണമെങ്കിൽ എന്തായിരിക്കണം ഞാൻ പറഞ്ഞു, ലാംഡ ബൈ 2 ഈവൻ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ 2 സ്ട്രിപ്പ് അതിനകത്ത് പെടും,
അല്ലെങ്കിൽ 4 സ്ട്രിപ്പ് വരും, അല്ലെങ്കിൽ 6 സ്ട്രിപ്പ് വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ മിനിമം ആണ് കിട്ടുക. സോ 2n λ/2 എന്ന് ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. xnന്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 2n ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ബി λ/a. ഇതിൽ n-ന് 1 കൊടുത്താൽ യു വിൽ ഗെറ്റ് ദ പൊസിഷൻ ഓഫ് ഫസ്റ്റ് മാക്സിമം. ഫസ്റ്റ് മാക്സിമയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. x1 is equal to n-ന് 1 കൊടുത്താൽ എ പ്ലസ് ബി ഇൻറ്റു ബി λ/a. ഫസ്റ്റ് മിനിമയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു എ പ്ലസ് ബി ബി λ/a. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് മാക്സിമ, മിനിമ അങ്ങനത്തെ പൊസിഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രൈറ്റ് എഡ്ജ്. ഈ പൊസിഷൻസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാൽക്കുലേഷൻ ആണ് ഞാനിപ്പോൾ ചെയ്തത്. ഇന്റൻസിറ്റിയുടെ കാര്യം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണെന്നുള്ളത്. സോ ദിസ് ഈസ് ഡിഫ്രാക്ഷൻ അറ്റ് എ സ്ട്രൈറ്റ് എഡ്ജ്.